ഒരു നൈറ്റ് കൊണ്ട് പട്ടികൾ വീട്ടിൻ്റെ അകത്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് പോയി. അവർ തറ ലെവൽ ചെയ്യാൻ മറന്നുപോയെന്ന് തോന്നിക്കുന്നു. ഇന്ന് ഒന്നും കൂടി കോൺക്രീറ്റ് ചെയ്താൽ ഇന്ന് നൈറ്റ് അവർ ലെവൽ ചെയ്യാൻ വരുമായിരിക്കും. ഒരു വീടിൻ്റെ അകത്തെ സ്റ്റെയർ ഒന്ന് ചെറുതായിട്ട് തലതിരിഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി ഈ വീട്ടിലുള്ള മുകളിൽ നിന്ന് താപ്പോട്ട് നിരങ്ങി ഇറങ്ങാം. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹെഡ്ലൈറ്റ് ഗ്ലാസ് പൊട്ടി. അതുകൊണ്ട് കണ്ടെത്തിയ ചെറിയൊരു മോഡിഫിക്കേഷൻ, ബിസ്ക്കറ്റ് പാക്ക് ചെയ്യുന്ന കപ്പ് എടുത്ത് ഹെഡ്ലൈറ്റ് ഗ്ലാസിന് പകരം വെച്ചു. ചിലവും കുറഞ്ഞു. നൈസ് ഐഡിയ. ആ പിക്കപ്പ് ഡ്രൈവറിൻ്റെ ഒരു അവസ്ഥ. ഒരു പിക്കപ്പിൽ കൊണ്ടുപോകേണ്ട ലോഡ് ഒരു ആട്ടോയിൽ കൊണ്ടുപോയാൽ എങ്ങനെ ഇരിക്കും? അതും പോട്ട്. ലോഡ് കൊണ്ടുപോകുന്നതോ ടാക്സി ആട്ടോയിൽ. പിന്നെയും വേറൊരു തയ്യൽ മെഷീൻ കണ്ടെത്തി. ഹൈടെക് ഇവിടെയും അവസാനിച്ചു. ഒരാൾ ഒറ്റയ്ക്ക് ഉപയോഗിച്ചിരുന്ന മെഷീൻ 2 പേരായി മാറി. അതിൻ്റെ കൂടെ പെട്രോൾ വാങ്ങി ചെലവും കൂട്ടി. ഈ പുള്ളിക്ക് കാല് വയ്യാത്തതാണെന്ന് തോന്നിക്കും. എന്നാൽ അങ്ങനെയല്ല. രാത്രി കക്കാൻ പോകാൻ പ്രാക്ടീസ് ചെയ്യുക അയാൾ. എന്ത് വേഗം നാണ് മതിൽ ചാടുന്നേ. കാലിന് വയ്യാത്ത ആളാന്ന് നേരെ നടന്നു പോയാൽ പോരെ. ആ ചെറുക്കന് അവന് സൈക്കിൾ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. ഭയങ്കര അഭ്യാസം കാണിക്കുന്നു. ഇപ്പൊ സന്തോഷമായി കാണും. ആ കഴപ്പങ്ങ് മാറിക്കിട്ടി. സഹജീവികളോട് ബഹുമാനവും ഇല്ല. ആ കുഞ്ഞു പക്ഷിയെ ചവിട്ടി തള്ളി വിടുന്ന അസൂയ ഒട്ടുമില്ലാത്ത പ്രാവ്. നമ്മുടെ ഫോൺ ഇപ്പോൾ 33% നിൽക്കുന്നത്. ഇനി 31 മണിക്കൂർ 50 മിനിറ്റും കൂടെ വേണം ഫുൾ ചാർജ് ആവാൻ. ഫോൺ സൈക്കോ ആയി. ഫോണിന്റെ ബാറ്ററി ഫുള്ളാകാൻ 31 മണിക്കൂർ. ന്യൂ ഡിസൈനുള്ള സ്വിച്ച് മാർക്കറ്റിൽ ഇറങ്ങി. പുതിയതായി കണ്ടെത്തിയ സ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പരിചയപ്പെടാം. ഒരു സിറിഞ്ച് ഉണ്ടെങ്കിൽ സ്വിച്ച് റെഡി. മീനുകൾ കടലിൽ കിടന്ന് മടുത്ത് കാണും. ആ പുള്ളി വിളിച്ചുടനെ കയറി വരാൻ. മീനുകൾ ചിന്തിച്ച് കാണും ഈ ബോട്ടിൽ കയറി കടലിൽ നിന്ന് രക്ഷപ്പെടാമെന്ന്. ഒത്തിരി പേരുണ്ടല്ലോ. എല്ലാരും കടലിൽ കിടന്ന് മടുത്തെന്ന് തോന്നിക്കുന്ന. ഒരു സമൂസ വാങ്ങിച്ചതാ. അതിൻ്റെ അകത്ത് വലിയൊരു തുള. ഇതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും ഒളിപ്പിച്ചു കൊണ്ടുപോകാമല്ലോ. ആരും ഒന്നും അറിയില്ല. അവിടുത്തെ മൂത്ത മേശരി കണ്ടെത്തിയ ഒരു ട്രിക്ക്. കുറച്ചു നേരം കൊണ്ട് പണി തീർക്കാനായിട്ട് കട്ടകളെല്ലാം നേരത്തെ യോജിപ്പിച്ചു വെച്ചു. യോജിപ്പിച്ച കട്ടകൾ എടുത്ത് വെച്ചാൽ മതി, പണി തീർന്നു. തൂവൽ തട്ടിയാലും വീഴാതിരുന്നാൽ മതിയായിരുന്നു. എക്സ്കവേറ്ററിനെ ഒരു പണിക്കായിട്ട് കൊണ്ടുവന്നത്. അത് തിരിച്ചു പണി തരുമെന്ന് കരുതിയില്ല. ഇനി ഇതിന്റെ ബക്കറ്റ് എടുക്കാൻ വേറൊരു എക്സ്കവേറ്ററിനെ വിളിക്കണമല്ലോ. ഓൾറെഡി അവിടെ ഒരു പണിയുണ്ട്. അതിന്റെ കൂടെ അടുത്തൊരു പണി. പൂച്ചയെ ഇഷ്ടമല്ലാത്തവരായിട്ട് കുറവാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. ആ പൂച്ചയ്ക്ക് എന്തോ വലിയ ആപത്തുണ്ടാകാൻ പോകുന്നുണ്ടെന്ന് സിക്സ് സെൻസിൽ മനസ്സിലാക്കുന്നു. ഈ വീക്കിൽ ന്യൂ ട്രെൻഡ് ഡ്രസ് ഇറങ്ങി. 3 ജീൻസ് പാൻറ് ഉണ്ടെങ്കിലും ആർക്ക് വേണമെങ്കിലും സ്വന്തമായി ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഓൺലൈൻ സ്റ്റോറിൽ വരാനായിട്ട് ടൈം പാഴാക്കണ്ട. ഒരു എക്സ്കവേറ്ററിന്റെ അതികഠിനമായ ജോലി. ഈ എക്സ്കവേറ്ററിന് ഒരു കാലത്ത് മെയിൻ്റനൻസ് വർക്ക് വരില്ല. എഞ്ചിൻ ഓയിൽ വേണ്ട, ഡീസൽ വേണ്ട, ഹൈഡ്രോളിക് ഓയിൽ വേണ്ട, ഗ്രീസ് വേണ്ട, ഒന്നും തന്നെ വേണ്ട. വിശക്കുമ്പോൾ വയറ് നിറയെ കഴിപ്പിച്ചാൽ മതി. ആ ആട്ടോയുടെ മുകളിലുള്ള പട്ടിക്കുട്ടിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് ഈ നാട് ഫുള്ളും ചുറ്റിക്കാണണമെന്ന്. ഒരു രാജാവിനെ പോലെ നാട് ചുറ്റിക്കാണണമെന്നത് ഒരു ചിലവും ഇല്ലാതെ അത് ഇന്ന് സാധ്യമായി. ആ കുഞ്ഞു കരുതി ആ സ്പൈഡർമാൻ അവിടെ നിന്ന് വല വിട്ട് പറന്നുപോയെന്ന്. ഇവിടെ ഇരുന്ന് ഉറങ്ങുവാന്നോ? 2 സുഹൃത്തുക്കൾ അവരുടെ വീടിന്റെ ബാൽക്കണിയിൽ ഇരുന്ന് വിശ്രമിക്കുന്നു. ഇപ്പോഴാണ് ഫുട്ബോൾ മാച്ചിന്റെ ഫീലിങ്സ് കറക്റ്റിന് കിട്ടിയത്.